ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെയാണ്. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെ വോട്ടെടുപ്പ് നടക്കും. നാളെ വൈകിട്ട് തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി B സുദർശൻ റെഡ്ഡിയുമാണ് മത്സരിക്കാൻ ഉള്ളത്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാക്കുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് ചേരുന്നത്. ജിഷ്ണു, നാളെ തെരഞ്ഞെടുപ്പാണ്. എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? രാഖി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നു എന്നുള്ളതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പിനുള്ള സമയം അനുവദിച്ചിട്ടുള്ളത്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുഴുവൻ MP-മാർ, അതായത് മുഴുവൻ MP-മാർക്കുമാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശമുള്ളത്. അത് രാജ്യസഭയിൽ നോമിനേറ്റ് ചെയ്ത MP-മാരുൾപ്പെടെ മുഴുവൻ MP-മാർക്കും വോട്ടവകാശമുണ്ടാകും. 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയും വോട്ട് ചെയ്യാനുള്ള സമയമാണ്. അതിനുശേഷം 5 മണിക്ക് ശേഷം നാളെ വൈകിട്ട് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചത്. അതായത് അടുത്ത ഉപരാഷ്ട്രപതി ആരാണ് എന്ന പ്രഖ്യാപനം നാളെ വൈകിട്ട് തന്നെ ഉണ്ടാകും. നിലവിൽ NDAയുടെ ഭാഗത്തുനിന്ന് NDAയുടെ സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും, നിലവിൽ മഹാരാഷ്ട്ര ഗവർണറായിട്ടുള്ള CP രാധാകൃഷ്ണനും, ഒപ്പം ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തുനിന്ന് പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മുൻ സുപ്രീം കോടതി ജഡ്ജി B സുദർശൻ റെഡ്ഡിയുമാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക്, അതായത് ഭരണഘടനാ സ്ഥാനമായിട്ടുള്ള ഉപരാഷ്ട്രപതി എന്ന ചെയറിലേക്ക് സമവായത്തിലൂടെ ഒരാളെ കണ്ടെത്തണം. ഒരു പ്രതിപക്ഷം ഒരു സ്ഥാനാർത്ഥിയെ നിർത്താതെയും സമവായത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കാം എന്നൊരു നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുൻപോട്ട് വെച്ചിരുന്നെങ്കിലും അത് ഉൾക്കൊള്ളാതെയും അത് അംഗീകരിക്കാതെയുമാണ് പ്രതിപക്ഷവും സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടുള്ളത്. നിലവിലെ സാഹചര്യത്തിൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും അംഗങ്ങളുടെ നില പരിശോധിക്കുമ്പോൾ NDAയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ നിഷ്പ്രയാസം വിജയിച്ചു കയറും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ലോക്സഭയിൽ 290 മുകളിൽ MP-മാരുടെ വോട്ട് NDAക്ക് മാത്രമായി ഉറപ്പാക്കാൻ സാധിക്കും. അതല്ലാതെ YSR കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മറ്റ് ചില പാർട്ടികളുടെ കൂടി പിന്തുണയോടുകൂടി ലോക്സഭയിൽ മാത്രം 300-ലധികം വോട്ടുകളും കൂടാതെ രാജ്യസഭയിൽ 130-ലധികം വോട്ടുകളും NDAക്ക് നേടാൻ സാധിക്കും. അതുകൊണ്ട് നിഷ്പ്രയാസം NDA മുൻപോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് വിജയിച്ചു കയറും എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം, സമവായത്തിലൂടെ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക എന്ന നിർദ്ദേശം, അത് അംഗീകരിക്കാതെയാണ് പ്രതിപക്ഷം B സുദർശൻ റെഡ്ഡിയെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നേരത്തെ ഉപരാഷ്ട്രപതിയായിരുന്ന ജഗ്ദീപ് ധൻഖർ അദ്ദേഹത്തിൻ്റെ ആരോഗ്യ കാരണങ്ങളും വ്യക്തിപരമായ കാരണങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ട് രാജിവെച്ചതോടെയാണ് നിലവിൽ ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുങ്ങിയത്. അദ്ദേഹത്തിന് 2 വർഷം കൂടി കാലാവധി ഉണ്ടായിരുന്നു. അതിനു മുൻപേ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രാജിവെച്ചതോടെയാണ് വീണ്ടും ഒരു ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാഖി. ജിഷ്ണു, ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് വോട്ടെടുപ്പ്. നാളെ വൈകിട്ട് തന്നെ ഫലപ്രഖ്യാപനം ഉണ്ടാകും. NDA സ്ഥാനാർത്ഥിയായി CP രാധാകൃഷ്ണനും പ്രതിപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സുദർശൻ റെഡ്ഡിയുമാണ് മത്സര രംഗത്ത് ഉള്ളത്. വോട്ടെടുപ്പിനുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയാവുകയാണ്. ഇക്കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ജിഷ്ണു കൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.